ആയുർവേദ ചികിത്സയ്ക്ക് പലപ്പോഴും പ്രിസ്ക്രൈബ് ചെയ്യുന്ന കിഴികൾ, ഒഴിച്ചിൽ മുതലായവ ഒരു ആഡംബരമായിട്ടാണ് പലരും കാണുന്നത്. പലപ്പോഴും ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇത്തരം ക്രിയാക്രമങ്ങൾ ചെയ്യുന്ന ആളുകളുടെ എണ്ണം നമ്മുടെ ഇടയിൽ കൂടി വരികയാണ്. പക്ഷെ അതല്ല ആയുർവേദത്തിൽ ഇതിൻ്റെ ഉദ്ദേശം. ഇത് വളരെ ശാസ്ത്രീയമായ ഒരു പ്രക്രിയയാണ്. എങ്ങനെ ഒഴിച്ചിൽ നടത്തണം, എങ്ങനെ പിഴിച്ചിൽ നടത്തണം, അല്ലെ എന്തുകൊണ്ട് ചെയ്യണം, എന്ത് ധാരയിടണം, എന്ത് പൊടിക്കിഴി ഇടണം എന്നുള്ളത് വളരെ കൃത്യമായ ഒരു ധാരണയോടുകൂടിയാണ് ഓരോ ആയുർവേദ ഡോക്ടറും ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഒന്ന് രൂക്ഷതപ്പെടുത്തുക എന്ന് പറയും. അതായത് നമ്മുടെ ഉള്ളിലുള്ള സ്നിഗ്ധാംശം വെളിയിൽ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ നമുക്ക് ഉള്ളിലുള്ള കട്ടിപിടിച്ചിരിക്കുന്ന തൊലിക്കകത്തുള്ള ടോക്സിനുകളെ വെളിയിൽ കൊണ്ടുവരാൻ ആദ്യം ചെറുതായിട്ട് പൊടിക്കിഴിയോ അല്ലെങ്കിൽ ധാരയോ ചെയ്യുകയും ആ ധാരയൊക്കെ ചെയ്ത് ശരീരം ഒരു പരിധിവരെ ശുദ്ധമായ ശേഷം വിലക്കിഴികളിലേക്ക് പോവുകയാണ് സാധാരണയായി ചെയ്യുന്ന ക്രിയാക്രമം. ഇത്തരം ക്രിയാക്രമങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഔഷധങ്ങൾ ചേർത്ത് കാച്ചിയെടുത്ത എണ്ണകളാണ്. ഇത്തരം എണ്ണകളിൽ ധാരാളം ഔഷധങ്ങളുണ്ട്. ഇത് ചൂടോടുകൂടി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ തൊലിക്കുള്ളിലുള്ള പോഴ്സ് പതുക്കെ ചെറുതായിട്ട് ഓപ്പൺ ചെയ്യുകയും ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ തൊലിയിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോവുകയും ചെയ്ത് വേദനാസംഹാരം ഉണ്ടാക്കും. ഇത് പലപ്പോഴും ചൂടോടുകൂടിയാണ് ഇത്തരം മസാജുകളെല്ലാം തന്നെ ചെയ്യുന്നത്. ചെറിയ ചൂട് എന്ന് പറയുന്നത് നല്ലൊരു വേദനാസംഹാരിയാണ്. അതുകൊണ്ട് തന്നെ വേദനയ്ക്ക് ശമനം വരും. അതോടൊപ്പം തന്നെ നമ്മുടെ പേശികൾ, വളരെ ടൈറ്റായിട്ട് മുറുകി നിൽക്കുന്ന പേശികൾ അയച്ചുവിടാൻ മാസേജിന് വളരെയേറെ ഫലപ്രദമാണ്. അത് എണ്ണ വെച്ച് ഒഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും വളരെ നന്നായി നമ്മുടെ പേശികൾ അയഞ്ഞു വരികയും അതിനടിയിലുള്ള ഞരമ്പുകൾ, സയറ്റിക് നെർവ് പോലെയുള്ളവ വളരെ റിലാക്സ്ഡായി വരികയും നല്ലതുപോലെ കാലിലേക്കും മറ്റും നീണ്ടുപോകുന്ന സയറ്റിക്ക പോലുള്ള വേദനകൾ, കയ്യിലേക്ക് നീണ്ടുവരുന്ന ബ്രേക്കിയാൾജിയ മുതലുള്ള വേദനകൾ പൂർണ്ണമായും മാറാൻ ഇത് വളരെയേറെ സഹായകരമാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള ടോക്സിൻ എലിമിനേഷന് വേണ്ടി ഇത് വളരെ ഫലപ്രദമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ ശാസ്ത്രീയമായി അറേഞ്ച് ചെയ്ത് ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോടുകൂടി ചെയ്യുന്ന ഇത്തരം ക്രിയാക്രമങ്ങൾ ഒരു ചികിത്സയായി തന്നെ ഉപയോഗിക്കേണ്ടതാണ്. അതൊരു ലക്ഷറി ആയിട്ട് കാണേണ്ട ആവശ്യം ഒന്നുമില്ല. പക്ഷേ പലപ്പോഴും ടൂറിസത്തിൻ്റെയും മറ്റും ഭാഗമായി ഒരു ലക്ഷറി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് മാത്രം.